ഹലോ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ പതിവ് പോലെ ഇന്ന് രാവിലത്തെ അല്ല കേട്ടോ, ഉച്ച മുതലുള്ളൊരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക. അന്നുള്ള വിശേഷങ്ങൾ അറിയാൻ വേണ്ടി എല്ലാവരും നമ്മുടെ ഫാസില റിയാസ് യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതാ ഉച്ച മുതലുള്ള ഒരു വീഡിയോ കേട്ടോ. രാവിലെ എടുക്കാൻ പറ്റിയില്ല, പിന്നെ ഫോണിൽ ചാർജും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടിട്ടാ രാവിലത്തെ വിശേഷങ്ങൾ എടുക്കാൻ വിട്ടുപോയി രാവിലെ. അപ്പോൾ ഞാൻ ഉച്ച മുതലുള്ള വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ ഉച്ചക്കൽക്ക് ചോറൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ രാവിലെ തന്നെ. പിന്നെ ഇതാ കുറച്ച് പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാൻ മറക്കല്ലേ. അത് കൊടുത്താലേ നമ്മൾ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. പിന്നെ റിയാസ് ഖാൻ്റെ സ്കൂൾ ട്രിപ്പിന് പോകണ കുട്ടികളുടെ ആരോ അറിയുന്ന ആൾക്കാരെ കുറിച്ച് മുരിങ്ങക്ക കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. മുരിങ്ങക്കായി ഇപ്പോൾ ഇതിൻ്റെ സീസണാണെന്ന് തോന്നുന്നു അല്ലേ. അപ്പോൾ ഇപ്പോൾ ഇത് മരം വെട്ടുമ്പോഴോ എന്താണെന്നറിയില്ല, കുറച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. റിയാസ് ഖാക്ക് വണ്ടിയിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് റിയാസ് ഖാ പറഞ്ഞത് ഉപ്പേരി വെക്കുമെന്ന് പറഞ്ഞു. അപ്പം എന്നാൽ ശരി ഞാൻ മുരിങ്ങക്കായ് കുഞ്ഞു കുഞ്ഞു മുരിങ്ങക്കായ് മുറിച്ചിട്ട് കുറച്ച് വണ്ണുള്ളതും ഉണ്ട്, കുറച്ച് ചള്ളവും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് റിയാസ്ക്കാക്ക് ഇങ്ങനെ ഉപ്പേരി വെക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ മുരിങ്ങക്കായ് കിട്ടുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെ എപ്പോഴും വെച്ച് കൊടുക്കും. ഭയങ്കര ഇഷ്ടമാണ്. മുരിങ്ങക്കായ് കുഞ്ഞു കുഞ്ഞായി മുറിച്ചിട്ട് മഞ്ഞപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് കടുകിട്ട് താളിച്ച് ഉപ്പേരി പോലെ വെച്ച് കൊടുത്താൽ നല്ല ഇഷ്ടം കേട്ടോ. അപ്പോൾ അത് മാത്രം കൂട്ടിയിട്ട് ചോറ് കഴിക്കും, ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ കുറച്ച് കല്ലുപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അങ്ങനെ അതൊന്ന് താളിച്ചിട്ട് ഇങ്ങനെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് അങ്ങനെ വേവിച്ച് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ റിയാസ്ക്കാക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഒന്നും കൂടി കുഞ്ഞാക്കാമെന്ന് വിചാരിച്ച് നോക്കുമ്പോൾ റിയാസ്ക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ടാ. കുറച്ച് നീളമുള്ളത് നല്ലതല്ലേ, പിടിക്കാനും പറ്റണമല്ലോ. അപ്പോൾ അങ്ങനെ വെച്ചാൽ മതി എന്ന് പറഞ്ഞു. പിന്നെ ഞാനപ്പോൾ 2 മുരിങ്ങക്കായ് അതൊന്നും എടുത്തിട്ട് കുറച്ച് സാമ്പാറും വെക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പം ഇന്നലെ പരിപ്പ് തേങ്ങ ഇല്ലാണ്ട് സാമ്പാർ വെച്ചു. അപ്പം ഇന്ന് മുരിങ്ങക്കായും ഉരുളക്കിഴങ്ങും കേട്ടോ. കത്തിരിക്കല്ല, ഉരുളക്കിഴങ്ങും തക്കാളിയും സവാളയൊക്കെ ഇട്ടിട്ട് സാമ്പാർ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ കുറച്ച് മല്ലിപ്പൊടിയും മുളക് പൊടിയും സാമ്പാർ പൊടിയൊക്കെ ഇട്ടിട്ട് കുറച്ച് സാമ്പാർ വെക്കാം, തേങ്ങ അരച്ചിട്ട് സാമ്പാർ വെക്കാമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ തേങ്ങ നമ്മുടെ മിക്സിൻ്റെ ജാറ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ്. കുറേ ആയിട്ട് എന്താ പറയുക, നമുക്ക് അടുക്കള പണിയെടുക്കുന്നതായിരിക്കില്ലേ ഓരോന്നും, അത് കിട്ടുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവുക. ഇല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഇതാണല്ലോ. പിന്നെ അതാ റിയാസ്ക്ക് ഫോണ് ചാർജ് കുത്തിച്ചിരിക്കുന്നു കേട്ടോ. പെട്ടെന്ന് എൻ്റെ കയ്യിൽ നിന്ന് താഴെ വീണു. അപ്പം മൂപ്പര് ഡണ്ണായിട്ട് നിൽക്കുക കേട്ടോ. എന്താ പറ്റി, ഫോണിന് എന്തെങ്കിലും പറ്റിയോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ തേങ്ങ അരക്കാൻ വേണ്ടിയിട്ട് മിക്സിൻ്റെ ഇത് കുത്താൻ വേണ്ടി ഫോൺ എടുക്കാൻ നിന്നപ്പോൾ പെട്ടെന്ന് കയ്യിൽ നിന്ന് മിസ്സായി പോയിട്ടോ. പിന്നെ ചീത്തൊന്നും പറഞ്ഞില്ല, മുണ്ടാട് പോയിട്ടാ. ഫോണിനൊന്നും പറ്റിയില്ല, ഫോൺ ഡപ്പൻ്റെ മേലക്കൂടെ വീണ കാരണം ഒന്നും പറ്റിയില്ല. അപ്പം ഞാൻ തേങ്ങ ഒക്കെ ഒന്ന് ഉടച്ച് ചിലവാന്ന് വിചാരിച്ചിട്ട് തേങ്ങ പൊട്ടിക്കണം കേട്ടോ. നോക്കുമ്പം ഇളനീര് വെള്ളം പോലെ ഉണ്ട് കേട്ടോ. തേങ്ങ അധികം മൂത്തിട്ടില്ല. അപ്പോൾ ചാറ് വെച്ചാലപ്പോൾ നന്നായിട്ടൊക്കെ ഉണ്ടാവും, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ജാറ് ഇന്ന് കിട്ടിയപ്പോൾ അതിൻ്റെ സന്തോഷത്തിൽ തേങ്ങ കരച്ച് ചാറ് വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഇത്ര ദിവസം മൂടിയൊന്നും ഇല്ലാത്തൊരു ജാറിലെല്ലാം അരച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മൂടിയൊക്കെ ഒന്ന് ഇടിയിച്ചു കിട്ടാം. പിന്നെ നമുക്ക് പൊടിക്കണ ചെറിയ കുഞ്ഞു ജാറും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇനി പൊടിക്കാനും ഒരു ജാറായല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഇനിയിപ്പോൾ പൈസ തൊട്ടും മിക്സിയും കൂടി ഒന്ന് മാറ്റണം. മിക്സി കേട് വന്ന പോലെയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഈ ഇടക്കാണ് മോട്ടറൊക്കെ മാറ്റിയത്. പിന്നെ എന്താണ് അതിന് സൗണ്ടിന് ഒരു വ്യത്യാസം പോലെ ഉണ്ട്. പിന്നെ ഇതാ തേങ്ങ വെള്ളം റിയാസ്ക്കാക്ക് കുറച്ച് കൊടുത്ത് ഞാനും കുറച്ച് കുടിച്ച് പിന്നെ ഇതാ തേങ്ങ ചിരവാൻ പോകും കേട്ടോ. അപ്പം ചാറ് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. കഷ്ണങ്ങളൊക്കെ വെന്തപ്പോൾ ഞാൻ ഓഫാക്കി ഇട്ടിട്ടുണ്ട്. പിന്നെ മുരിങ്ങയൊക്കെ ഉപ്പേരി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ തേങ്ങ ഒന്ന് ചിരവിയെടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മുടെ സ്റ്റാൻഡ് ഇവിടുന്ന് അപ്പുറത്തേക്ക് മാറ്റിയിട്ടാണ്. അപ്പോൾ ഇവിടെ എന്തോ ഒഴിഞ്ഞ പോലെ ഉണ്ട് കേട്ടോ. പെട്ടെന്ന് ഓടി വന്ന് നോക്കുമ്പോൾ ഈ ഭാഗത്തല്ലേ ഇപ്പോൾ സ്റ്റാൻഡ് ഉണ്ടാവുക. അപ്പോൾ എലികളുടെ ഒരു കാരണം കൊണ്ടൊക്കെ മാറ്റി, ഓരോ ഭാഗം ഓരോ സമയത്ത് മാറ്റിക്കൊണ്ടേയിരിക്കണം. ഇല്ലെങ്കിൽ നമുക്ക് എലിപ്പണി തന്നുകൊണ്ടേയിരിക്കും. പിന്നെ ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ കമൻറ്റിലെന്ന്, ഞാൻ പറയാൻ വിട്ടുപോയതാട്ടോ. അല്ല, ഓണർ ഇങ്ങനെ നേരാക്കി തരില്ലേ? ഇനിയിപ്പോൾ നേരാക്കൊന്നുമില്ല കേട്ടോ. ഇന്നിപ്പോൾ നമുക്ക് ഇരിക്കണ വരെ ഇതിലിരിക്കാം. അത് കഴിഞ്ഞ് പിന്നെ അവർ പൊളിക്കും തോന്നുന്നു. അതുകൊണ്ട് പിന്നെ എവിടെയും നേരാക്കൊന്നുമില്ല. നമുക്ക് ഇഷ്ടമുള്ളവരെ ഇരിക്കുക, അല്ലെങ്കിൽ നമുക്ക് ഇനി വീട് പറഞ്ഞാൽ മാറാം. അങ്ങനെയാണ് കേട്ടോ. ഇനിയിപ്പോൾ അവർ ഓരോ പറഞ്ഞെന്നാൽ അവർ നേരാക്കി തരൂല. കാരണം അവരിത് പൊളിക്കാൻ വെച്ച വീടാന്ന് തോന്നുന്നു.
അപ്പോൾ അതുകൊണ്ട് ഇനി ഇപ്പോൾ നേരാക്കിയിട്ട് കാര്യമില്ല എന്ന് അവർക്ക് അറിയും. അതുകൊണ്ടാണ് തോന്നുന്നത്. ഇപ്പോൾ ഇതിന് ഞാൻ ഇരിക്കണതിൻ്റെ ഒരു റൂം തന്നെ എക്സ്ട്രാ വെറുതെ കിടക്കുകയാണ് കേട്ടോ. ആളും ഇല്ല, ഒന്നുമില്ല, അങ്ങനെ തൊടി പിടിച്ച് കിടക്കുകയാണ് കേട്ടോ. അതുകൊണ്ടും കൂടി പിന്നെ എന്താ പറയുക, ഇനി നേരാക്കും തോന്നിയില്ല. ഇനി പിടിച്ച് പൊളിക്കാൻ പോകുമായിരിക്കും ചിലപ്പോൾ. അപ്പോൾ നമുക്ക് ഇരിക്കണം അത്ര ഇരിക്കാം. അപ്പോൾ ഇതാട്ടോ നമ്മുടെ ജാറ് പുതിയത്, പൊടിക്കണതും തേങ്ങ അരക്കണതും. അപ്പോൾ കെട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ്. കുറേ ദിവസമായില്ലേ മുടിയില്ലാത്ത ജാറിൽ ഞാൻ പാത്രം വെച്ച് കവുത്തിയിട്ടാണ് അത് അരച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഇതാ നല്ലൊരു അടിപൊളി വൈറ്റ് മൂടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിന്ന് അതിലൊന്ന് അരച്ച് ഉദ്ഘാടനം ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അരക്കുകയാണ് കേട്ടോ. അപ്പോൾ മിക്സിയൊക്കെ വാങ്ങിയാൽ ചിലപ്പോൾ എനിക്ക് കുറേ കൊല്ലം നിൽക്കും. അപ്പോൾ ഇതെൻ്റെ 3ാമത്തെ മിക്സിയാണ് മക്കളെ. എന്താണ് 2 ഇതിന് മുമ്പ് വാങ്ങിച്ച് കുറേ നിന്നു കേട്ടോ. പിന്നെ ഈ ഇടയ്ക്ക് വെച്ചിട്ടാണ് പോയത്. ഇതിപ്പോൾ കൊറോണ സമയത്ത് വാങ്ങിയൊരു മിക്സി കേട്ടോ. അപ്പോൾ ഇത് വാങ്ങിയിട്ട് കുറേ ആയിക്കണം. എന്നാലും കൊറോണ സമയത്ത് വാങ്ങിയതല്ലേ, എപ്പോഴും ഉണ്ടല്ലോ, 10 ഓടുന്നുണ്ട്. പിന്നെന്താ, കുറേ ആകുമ്പോൾ നമ്മുടെ ജാറുകളൊക്കെ തന്നെ അങ്ങനെ കേട് വരിക, മാവൊക്കെ ആട്ടുന്ന സമയത്ത് കേട് വരും. അപ്പോൾ ഇതാ ഞാൻ തേങ്ങയൊക്കെ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. നമ്മുടെ സാമ്പാർ റെഡിയാവാനായിട്ടുണ്ട്. അപ്പം ഇനി ചോറും കൂട്ടാനൊക്കെ ചോറ് നേരത്തെ വെച്ചിട്ടുണ്ട് കേട്ടോ. കൂട്ടാനും ആയിക്കഴിഞ്ഞ് കഴിച്ചിട്ട് വേണം ഫാത്തിമക്കുട്ടിനെ വിളിക്കാൻ പോകാൻ. അങ്ങനെ ഇതാ ഇന്നിപ്പോൾ തിങ്കളാഴ്ച ആയതുകൊണ്ട് പിന്നെ ഫാത്തിമക്കുട്ടിൻ്റെ സ്കൂളിൽ നിന്ന് ടൂറ് പോകുന്നുണ്ട് കേട്ടോ. അന്നത്തെ പോലെ നമ്മൾ മറ്റേ ഫാൻറ്റസി പാർക്കിൽ തന്നെ കേട്ടോ പോണത്. പക്ഷെ ഞാൻ ഇപ്രാവശ്യം പോകണില്ല എന്ന് വിചാരിച്ചു. പോയ പ്രാവശ്യം നമ്മൾ കണ്ടതല്ലേ, അതുകൊണ്ട് പിന്നെ ഇപ്പോൾ ഒന്നാമത് റിജിക്കുട്ടിൻ്റെ കാലിൽ മുറി, അവളോട് ഇട്ടിട്ട് പോകാനും പറ്റില്ലല്ലോ. അപ്പോൾ ഇപ്രാവശ്യം പോകണില്ല എന്ന് വിചാരിച്ചു. അവിടെ നമുക്ക് റിജിക്കുട്ടിക്ക് വെള്ളത്തിലൊന്നും കളിക്കാൻ പറ്റില്ലല്ലോ, കാലിൽ മുറിയായ കാരണം. അപ്പോൾ ഇപ്രാവശ്യം ഏതായാലും പോയ പ്രാവശ്യം എല്ലാവരും പോയിട്ട് കണ്ടിട്ട് വന്നു. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഫാൻറ്റസി പാർക്കിലൊക്കെ അന്ന് പോയത്. പിന്നിപ്പോൾ കണ്ടല്ലോ, ഇനിയിപ്പോൾ ഒന്ന് കാണാനൊന്നുമില്ല. വെള്ളത്തിലൊക്കെ കളിച്ചിട്ട് അന്ന് വന്നു. പിന്നെ ഇപ്രാവശ്യം എന്തായാലും പോകാൻ പറ്റില്ല. അത് കാരണം മിസ്സായി പോയിട്ടെ പ്രാവശ്യത്തെ പോക്ക്. പകരം നമുക്ക് പെരുന്നാളിന് എവിടെയെങ്കിലും പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഇതാ നമ്മുടെ സാമ്പാർ ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് തേങ്ങ ഒന്ന് മിക്സ് ചെയ്ത് താളിച്ചാൽ പരിപ്പൊന്ന് ഇട്ട് കൊടുക്കുക, താളിക്കുക കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ടുണ്ടാവും. അപ്പോൾ ഇന്നലെ വെച്ച സാമ്പാറും കാലിയായിട്ടോ. എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ രാത്രി ദോശയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ദോശയും സാമ്പാറും സൂപ്പറാണല്ലോ. അപ്പോൾ ഒരു പാക്കറ്റ് മാവൊക്കെ മേടിച്ചിട്ട് ഇന്നലെ രാത്രി ദോശ ഉണ്ടാക്കിയിട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ എടുക്കണം എന്ന് വിചാരിച്ചതായിരുന്നു. സമയത്ത് ഞാൻ മറന്നുപോയി. പിന്നെ ഫോണ് റിജിക്കുട്ടിൻ്റെ കയ്യിൽ വരുന്നു. അവൾക്കിങ്ങനെ ബൊമ്മ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കണം. അപ്പോൾ ഇതാ നമ്മുടെ ഇനി കുറച്ച് കടുകും കറിവേപ്പിലിട്ട് ഒന്ന് താളിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ പരിപ്പും തേങ്ങയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാവർക്കും പരിപ്പും സാമ്പാറും പരിപ്പിച്ചാറും സാമ്പാറൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വേറെ ഏത് കൂട്ടാനെ കൊണ്ടും അത്ര താല്പര്യമില്ല, ഇത് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും. അപ്പോൾ ഞാനിതാ അങ്ങനെ താളിക്കലൊക്കെ കഴിഞ്ഞു. ചോറ് വയ്ക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പോകട്ടെ. അപ്പോൾ റിയാസ്കാക്കും അതിൻ്റെ ഇടയിൽ റിയാസ്ക വന്നപ്പോൾ ചോറ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാനും ഒന്ന് കഴിക്കണം. കഴിച്ചിട്ട് അവൾക്ക് തുണികളൊക്കെ ഇതാട്ടോ ഞാൻ തിരുമ്പി ഉണങ്ങാനിട്ടിട്ടുണ്ട് കേട്ടോ. ഇതപ്പോഴാണ് ഇട്ടത്, വെയിലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി തിരുമ്പിയത് ഇടാൻ മറന്നിട്ട് പോയി. അപ്പോഴത്തേനും വിശക്കാൻ തുടങ്ങിയിട്ടോ എനിക്ക്. പിന്നെ ഞാൻ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഒന്ന് ചോറ് വയ്ക്കാമെന്ന് വിചാരിച്ച് റിജിക്കുട്ടിക്കും ചോറ് കൊടുത്തു. പിന്നെ ഞാനിതാ ഫാത്തിമക്കുട്ടിനെ വിളിക്കാൻ വേണ്ടി പോകാൻ റെഡിയാവുകയാണ് കേട്ടോ. ഇനി വന്നിട്ട് വേണം നിസ്കരിച്ച് കുറച്ച് നേരം കടന്ന് വൈകുന്നേരത്തെ പണി നോക്കാൻ. വൈകുന്നേരം പിന്നെ കാര്യമായിട്ട് പണിയൊന്നും ഉണ്ടാവില്ല കേട്ടോ. കുട്ടികൾക്ക് ചായ വെച്ച് കൊടുക്കുക, പിന്നെ വേറെന്താ, പിന്നെ നിസ്കരിച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം ദിക്റൊക്കെ ചൊല്ലി അങ്ങനെ ഇരിക്കും. അതൊക്കെ തന്നെ കേട്ടോ വൈകുന്നേരത്തെ പരിപാടി. അപ്പോൾ ഞാൻ റിയാസ്ക്ക് റെഡി ആയിട്ടുണ്ട്, പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ റിയാസ്ക്ക് ചോറ് കഴിച്ചിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ, ടി വി നോക്കിയിട്ട്. ഇപ്പോൾ പോകാൻ സമയമായി 2:15 ആയിക്കണം. ഞങ്ങൾ അവിടെ എത്തുമ്പോൾ 2:30 മണിയാവും കേട്ടോ കറക്റ്റ്. ശരിക്കും 3 മണിക്കൊക്കെ പോയാൽ മതി, 3:15. പക്ഷേ റിയാസ്ക്കാർക്ക് സ്കൂൾ ട്രിപ്പ് ഉള്ള കാരണം അവളെ നേരത്തെ വിളിച്ചിട്ട് വന്നാലല്ലേ സ്കൂൾ ട്രിപ്പ് എടുക്കാൻ പോകാൻ പറ്റുള്ളൂ. പിന്നെ നമ്മുടെ കനാല് കണ്ടോ, എന്താ കിടക്കണ പരുവല്ലേ, വേസ്റ്റ് കംപ്ലീറ്റ് വെള്ളത്തിലായിരുന്നു കേട്ടോ. അപ്പോൾ അതാരോ വാരി മുകളിൽ കിട്ടിട്ടുണ്ട്. പിന്നെ കണ്ടൊക്കെ അങ്ങനെ ഗ്രീൻ കളറായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാ വെള്ളം ഫുള്ളും ഉണ്ട് കനാലിൽ. കുട്ടികളൊക്കെ നല്ല ശ്രദ്ധിക്കണം കേട്ടോ, നമ്മുടെ കണ്ണ് തെറ്റിയാൽ. പിന്നെ റിജിക്കുട്ടി പിന്നെ കാല് മുറിയായതുകൊണ്ട് ഇപ്പോൾ അങ്ങോട്ട് വരുന്നൊന്നുമില്ല, അതുകൊണ്ട് പേടിയില്ല. ഞാൻ ഗേറ്റ് അടച്ചിടിച്ച് വിടില്ല പണി. പിന്നെ ഇതാ അവിടെ എന്താണ് വീടൊക്കെ അടച്ച് ഞാനിതാ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി വന്നിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ. പിന്നെ അങ്ങനെ ഇതാ ഞാൻ വന്നു. അപ്പം നമ്മുടെ ഫാത്തിമക്കുട്ടി ഇതാ യൂണിഫോമൊക്കെ മാറ്റി ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ ചൂട് കൂടുതലായാലും നല്ല വെള്ളം കൊടുക്കണം കേട്ടോ. അവൾക്ക് വെള്ളം കൊടുത്തില്ലെങ്കിൽ നല്ല കൊടുക്കുമ്പോൾ അവൾ നല്ല മൂത്രം ഒഴിക്കുന്നുണ്ട് കേട്ടോ.
അപ്പോൾ എനിക്ക് നല്ല പണി എപ്പോഴും തരും അവൾ. അപ്പോൾ അതാ ആളൊത്തിരി ഇതിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇനി ഒന്ന് ഉറങ്ങി എണിച്ചാലേ അവൾ ഉഷാറാവുള്ളൂ. അപ്പോൾ അവളും ഞാനും പോയി കുറച്ച് നേരം കടന്നു കേട്ടോ. കടന്ന് പിന്നെ അസർ ബാങ്ക് കൊടുത്തപ്പോൾ എണിച്ച് നിസ്കരിച്ചു. നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഇനി കുറച്ച് തുണികൾ ഇട്ടിട്ടുണ്ട് കേട്ടോ, അതൊക്കെ ഒന്ന് എടുക്കണം. അപ്പോൾ അവളെ കൊണ്ട് വിട്ട് വന്ന ശേഷം ഒന്ന് ഇത്തിരി നേരം ഒന്ന് കിടക്കണം കേട്ടോ, അല്ലെങ്കിൽ ഭയങ്കര ഒരു ക്ഷീണമാണ്. എന്താ ജലദോഷമൊക്കെ ഉൾപ്പനിയൊക്കെ ഉള്ളതുകൊണ്ട് ഒരു ഇടങ്ങറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ വെള്ളത്തിൽ ഇങ്ങനെ ഒരിയാടുന്നതുകൊണ്ട് മാറണമില്ല. പിന്നെ അങ്ങനെ ഇതാ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഞാനിതാ മുറ്റത്ത് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഇന്ന് പിന്നെ മുറ്റമൊന്നും അടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. മുറ്റത്ത് കുപ്പയൊന്നും അങ്ങനെ കാണാനില്ല. രാവിലെ അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വൈകുന്നേരം അത്ര കുപ്പയൊന്നും കാണാനില്ല. അപ്പോൾ എൻ്റെ കൂട്ടാൻ വെക്കണ മൺചട്ടി കേട്ടോ മുറ്റത്തിരിക്കുന്നത്. അത് പൊട്ടിയപ്പോൾ ഞാൻ അതിൽ കുറച്ച് മല്ലി ഇട്ടിട്ടുണ്ട് കേട്ടോ. വിത്ത് മുളക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് മല്ലി ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനൊന്ന് മുളപ്പിച്ച് നോക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട്. മുളക്കോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല. വെച്ചിട്ടുണ്ട് കേട്ടോ, പൊട്ടിയ ചട്ടിയായ കാരണം. പിന്നെ ഇതാ തുണികളൊക്കെ ഇങ്ങനെ എടുത്തൊന്ന് അതൊക്കെ ഒന്ന് മടക്കി വെക്കണം. പിന്നെ ചായ വെച്ച് കൊടുക്കണം. റിൻസിമോൾക്ക് ഇനി ട്യൂഷന് പോകാൻ സമയമാവാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവൾ ചായ കുടിച്ചിട്ട് ട്യൂഷന് പോകും. പിന്നെ അവൾ ചായ കുടിയൊക്കെ കഴിഞ്ഞ് ട്യൂഷന് പോകാം കേട്ടോ. അപ്പം മക്കളെ, ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് അടിക്കാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ അൽഹംദുലില്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ, അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ശരി, സമയമായി, വേഗം പോ. കളറാറ്റ് പറ്റോ? കളർ കണ്ടോ കണ്ടോ? ഇത് വായിച്ചു കുട്ടി.